സ്വർണ്ണവിലയിൽ ഇപ്പോൾ കാണുന്ന ആശ്വാസം നീണ്ടു നിൽക്കുമോ, അതോ അമേരിക്കൻ പണപ്പെരുപ്പ് കണക്കുകൾ വരാനിരിക്കെ സ്വർണ്ണ വിപണി ഒരു വലിയ സ്ഫോടനത്തിന് തയ്യാറെടുക്കുകയാണോ? എന്തായാലും സ്വർണ്ണ വിപണിയിലെ നിക്ഷേപകരുടെയും ആഭരണപ്രിയരുടെയും ചിന്തകൾ വീണ്ടും ചൂടുപിടിക്കുകയാണ്. പശ്ചിമേഷ്യയിലെ സംഘർഷങ്ങൾ വിപണിയെ ആശങ്കയിലാഴ്ത്തുമ്പോഴും അമേരിക്കൻ പണപ്പെരുപ്പ് ഡേറ്റ വിപണിയെ മുൾമുനയിൽ നിർത്തുന്നു. അതെ, യഥാർത്ഥ കളി ഇനിയാണ്. സ്വർണ്ണവിലയുടെ വരും മാസങ്ങളിലെ ഗതി നിശ്ചയിക്കുന്ന ഏറ്റവും വലിയ റിപ്പോർട്ടാണിത്. അമേരിക്കയിലെ പണപ്പെരുപ്പം അളക്കാൻ ഉപയോഗിക്കുന്ന ഡേറ്റയാണ് CPI അഥവാ കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ്. സ്വർണ്ണവിലയെയും വരും മാസങ്ങളിലെ ട്രെൻഡിനെയും നിശ്ചയിക്കുന്നത് പുറത്തു വരാനിരിക്കുന്ന ഈ അമേരിക്കൻ പണപ്പെരുപ്പ് ഡേറ്റയായിരിക്കും. ഇത് സ്വർണ്ണവിലയെ ബാധിക്കുന്നത് പ്രധാനമായി രണ്ട് രീതിയിലാണ്. പണപ്പെരുപ്പം കുറയുമ്പോൾ സമ്പദ് വ്യവസ്ഥയെ ഉത്തേജിപ്പിക്കാൻ അമേരിക്കൻ സെൻട്രൽ ബാങ്ക് അഥവാ US ഫെഡ് പലിശ നിരക്കുകൾ കുറയ്ക്കും. ബാങ്ക് നിക്ഷേപങ്ങൾക്കും ബോണ്ടുകൾക്കും പലിശ കുറയുമ്പോൾ നിക്ഷേപകർ പലിശയില്ലാത്ത എന്നാൽ മൂല്യം വർദ്ധിക്കുന്ന സ്വർണത്തിലേക്ക് പണം മാറ്റും. ഇത് ഡിമാൻഡ് വർദ്ധിപ്പിക്കുകയും സ്വർണ്ണവില ഉയർത്തുകയും ചെയ്യും. അതേസമയം പണപ്പെരുപ്പം കൂടുമ്പോൾ അത് നിയന്ത്രിക്കാൻ US ഫെഡ് പലിശ നിരക്കുകൾ ഉയർത്തും. പലിശ നിരക്ക് കൂടുമ്പോൾ ഡോളർ കൂടുതൽ ശക്തമാകും. നിക്ഷേപകർക്ക് ബാങ്ക് നിക്ഷേപങ്ങളിൽ നിന്ന് കൂടുതൽ ലാഭം കിട്ടുന്നതിനാൽ അവർ സ്വർണം വിറ്റഴിച്ച് ഡോളറിലേക്ക് മാറും. ഇത് സ്വർണത്തിനുള്ള ഡിമാൻഡ് കുറയ്ക്കുകയും വില താഴാൻ കാരണമാവുകയും ചെയ്യും. പണപ്പെരുപ്പ് ഡേറ്റ പുറത്തു വരുന്നതോടെ സ്വർണ്ണവില കുതിച്ചുയരുമോ അതോ കൂപ്പുകുത്തുമോ? സ്വർണ്ണ വിപണി ഉറ്റുനോക്കുകയാണ്. ഒരുപക്ഷെ ഇപ്പോഴുള്ളത് വലിയൊരു കൊടുങ്കാറ്റിന് മുൻപുള്ള ശാന്തതയാണോ? കാത്തിരിക്കാം. നിങ്ങൾക്കൊപ്പം ബിസിനസ് ഡെസ്ക്, ഗോൾഡ് മാക്സ്.